അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പലരും പറയുന്നതാണ് സാമ്പത്തികമായി പ്രയാസങ്ങളൊന്നുമില്ല. ചില ആളുകൾ പറയും സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയാണ്. ഉള്ളവരും ഇല്ലാത്തവരും പറയുന്നൊരു വിഷയമാണ് എവിടെ പോയാലും സമാധാനമില്ല, വീട്ടിൽ ചെന്നാൽ ഒരു സമാധാനമില്ല, ഭാര്യയോട് നല്ല നിലക്ക് പെരുമാറണമെന്ന് കരുതിയാലും അവിടെ എത്തിയാൽ അവരോട് പെട്ടെന്ന് ദേഷ്യമുണ്ടാകുന്നു. മക്കളെ കണ്ടുകൂടാ, മക്കളെ എത്ര ഇങ്ങോട്ട് നോക്കിയാലും മക്കളെ കാണുമ്പോൾ പ്രയാസം. ജോലി സ്ഥലത്ത് പോയാൽ ജോലിക്കാരുമായി അടികൂടുക, ജോലിക്കാരുമായി എപ്പോഴും പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തും സമാധാനമില്ല, കച്ചവട സ്ഥലത്ത് സമാധാനമില്ല, ആരെ കൂടെ കൂടിയാലും ഒരു സമാധാനവുമില്ലാത്ത, സന്തോഷമില്ലാത്ത, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ചില ആളുകൾ. അത്തരം ആളുകൾക്കുള്ള ഒരു പരിഹാരം എന്ന നിലക്ക് ഏറ്റവും നല്ല ഒരു മുജറബായ ഒരു അമലാണ് എല്ലാ ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷവും അതേ സ്ഥലത്തിരുന്ന് നാം ചെയ്യുന്ന ഔറാദുകളൊക്കെ ചെയ്തതിന് ശേഷം അവിടെ ഇരുന്ന് ഒരു ഫാത്തിഹ സൂറത്ത് ഓതുകയും അതിനുശേഷം സൂറത്ത് ആൽ ഇമ്രാനിലെ 18ാമത്തെ ആയത്ത്, ആ ആയത്തും ഓതുക. സൂറത്ത് ആൽ ഇമ്രാനിലെ ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ എന്ന് തുടങ്ങുന്ന ആ ആയത്ത് അതൊരു 7 വട്ടം അത് ഓതുക. അതുപോലെ തന്നെ ആൽ ഇമ്രാനിലെ മറ്റൊരായത്താണ് കുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ എന്ന് പറയുന്ന ആ ആയത്തും ഒരു 7 വട്ടം, 7 വട്ടോ 3 വട്ടോ 11 വട്ടോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം. ഏറ്റവും ചുരുങ്ങിയത് 3 വട്ടം ഇങ്ങനെ ഓതണം. അപ്പോൾ ഫാത്തിഹ സൂറത്തും ഈ ആയത്തും ഇതേ രൂപത്തിൽ 99 ദിവസം തുടർച്ചയായി ചെയ്യുകയും അങ്ങനെ അവൻ ചെയ്താൽ അവനിക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും അവൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. പെട്ടെന്നുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അത് പരിഹാരമാകും. വളരെ മുജറബാണ്, മഹാന്മാർ പറഞ്ഞതാണ്, കിതാബുകളിലൊക്കെ ഉള്ളതുമാണ്. ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.